ശുകബന്ധനം, സേതുബന്ധനം, രാവണ-ശുക സംവാദം, ശുകൻ്റെ പൂർവ്വവൃത്താന്തം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേത ശ്രീരാമചന്ദ്രസ്വാമി നമഃ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാ നിശാചരൻ. പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാ സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര സൂനോ പരാക്രമവാരിതീം. ഭാനോദനേന ഭാഗധേയം ബുദ്ധിവാനര രാജ മഹാകുല സംഭവം. ആതിരേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരം എനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമീം. രാജകുമാരനാരാമ ഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നീനതിനെന്തുതീം. മർക്കടസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാ നഗരേക്കു പൊയ്ക്കൊള്ളുക നീം. ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലം എന്നുടെ ലങ്കാപുരമിടും. അല്പസാരന്മാർ മനുഷ്യരും ഇത്രയും ദുർബലന്മാരായ വാനരയൂഥവും. എന്തോന്നു കാട്ടും നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായക നീ വൃതം. ഇത്തം സുഗോക്തികൾ കേട്ടു കവികുലം ഉദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകനതി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു കാരുണ്യവാരിധീം. രാമാനദ പരിത്രാഹി രഘുപതീം. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമീ. നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമീം. വാനരന്മാരെ നിവാരണം ചെയ്യുക സുമാനവ വീരാഹദോഹം പ്രഭാഹിമം. ഇതൻ സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു സുഗന്ധതാം. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നോ ചൊല്ലേണ്ടതങ്ങ് ദശഗ്രീവനോട്. അത് ചൊല്ലിടുകെന്നതോ കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശ ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനിയും കൊല്ലണമാശു സപുത്ര ബലാന്വിതം. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണങ്ങനെക്ക് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനെന്ന് ചെന്നു ചൊല്ലിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാനയോദ്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചു കൊണ്ടു നാമൊഴിഞ്ഞിഞ്ഞു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിതെന്നതെങ്ങാനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ച് കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ട് ആർത്തനാ രാവണനോടു ചൊല്ലിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ. ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചിത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരും നീടിനാൻ. തൽക്കാലമർക്ക കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോപരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാരുമായും എന്നരുൾ ചെയ്തതു കേട്ടവരെ വെരുങ്ങൊന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരോ വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ.
നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുത് അർണോജലോചനേനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിരിങ്ങനെ 3 ലോകത്തിനും നാഥനാങ്ങീശ്വരൻ ഏതെങ്കിലകിലവാരിതിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാചാവബാണങ്ങൾ നീ ലക്ഷ്മണാം കണ്ടുകൊണ്ടാലും മമസര വിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമിന്നീ വാഴുകയിലെന്നുമീ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെന്തുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിരിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇതണ്ടികുവരും വാക്കുകേട്ട നേരം വൃത്തിരുകങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതും മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്ന് ഉത്തുംഗമായ തരംഗാവലിയുടും പ്രസ്ഥങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രനക്രതിമിജഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായും 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായ രാമപാദാന്തികെ വെച്ചു സത്രബന്ധണ്ട നമസ്കാരവൻ ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാൻ ത്രാഹിമാൻ ത്രൈലോക്യപാലക ത്രാഹിമാം വിഷ്ണു ജഗൽപതീം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം രാമാരമാപതീം ആദികാലേ തപമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടിയും സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടങ്ങിതാർക്ക് നീക്കാവൂ തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെയും അന്യതാകർത്തുമാരുള്ളതോ ശക്തരായും താമസോഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോം താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം മായാരഹിതന നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായും അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിരു ദേവാദികൾ തഥാം തത്ര സത്വത്തിങ്കിൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോബോധനായി ഭൂതപതിദാനും ഉത്തമ പുരുഷ രാമാദയാനിതേ മായയ ചന്ദനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിക്കനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെയും മോക്ഷതേന നിന്തിരുവടി തന്നെയും മൂർഖന ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപക മൂർഖിൽ പ്രഭുണാഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനായതാലെ കുടന്തതാം തുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണൻ ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമാലങ്കാമാർഗമാശോദതാമിതേം
ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ബാണം മതിയമോഹമതിന്നിഹ വേണം ഒരു ലക്ഷ്യമെന്തതിനുള്ളതും. വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണം എനിക്കു വാരാനിധിയും. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപതേം. ഉത്തരസ്യാന്തി സീമത്തീരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടോ നിശാചരരെത്രയും പാരങ്ങുപദ്രവിച്ചിടുവോർ. വേഗാല വീടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതോ നിർണയം. രാമനും ബാണങ്ങയച്ചാനതു നേരം ആമയും തേടിയിടുമാഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്ന് മെല്ലവേ തുണീരവും ബുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാം. തൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിന സാദരമന്നേരം ആകുലമെന്നീ മജ്ജലെ സത്വരം. സേതു ബന്ധിക്കാൻ നളനാം കവിവരനേടും അവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുപോയി അബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാം ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും. പ്രാജ്ഞനായിടുന്നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേം. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ച് സത്വരം. പർവ്വത തുല്യ ശരീരികളാകിന ദുർവാര വീരമി എന്നാ കവികളും. സർവദിക്കിങ്കിലും നിന്നു സർവസംപർവത പാഷാണ പാദവജാലങ്ങൾ. കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായുധമായുടൻ 2 യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാദാശരഥി ജഗദീശ്വരൻ. വ്യോമകേശം പരമേശ്വര ശങ്കരൻ രാമേശ്വരൻ എന്ന നാമങ്ങരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകാഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യ നമസ്കൃത്യ രാജീവലോചനൻ ഏവങ്ങരുൾ ചെയ്തു. യാതൊരു മർത്യനി വീട് വന്നാദര സേതു ബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്ത്യ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതീ ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവൻ ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി. കുണ്ടത കൈവിട്ടു വാരാണസീബുക്കു ഗംഗയെ സ്നാനവൻ ചെയ്തോജിതശ്രമം ഗംഗാ സലീലവും കൊണ്ടുവന്നാദരാൽ. രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാം ശ്രീമൽ സമുദ്രികളഞ്ഞുതൽ ഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാ നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുത മദ്രി പാഷാണതറുക്കളാൽ അതിനെതിർന്നു 14 യോജന. തീർന്നിത് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടോ ശതയോജനായതൻ ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി കൂത്തമൻ താരയ കണ്ടേ സുമിത്രാതനേനും ആരോഗ്യ ചെന്നു സുബേലാചലൻ മുകളേറിനാർ വാനരസേനയോടും ദ്രുതം.
ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഹസദഗ്നി സമന്വിതം പ്രാസാദമൂർത്തിനി വിസ്തീർണദേശി മുദവാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനി മന്ത്രിഭി സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതയും ആലവട്ടങ്ങിലും വെഞ്ചാമരങ്ങിലും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭന്തസകിരീടോജ്വലം നീലമേഹോപമം കണ്ടുരിഹോത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേം സസ്മിതം വാനരന്മാരോടു ചൊല്ലിനം മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പങ്ക്തി മുഖേനും അവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാന വിരോധം വരുത്തിയാരോധവാം ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ രാക്ഷസരാജപ്രവരാജയാജയം മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമിന്നിയും ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമ പ്രഭു പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടും ദൂതനവദ്യങ്ങയപ്പിങ്ങയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരും അയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതോ മാനവ വീരനനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമേൻ എന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലാകിലേതുമീ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിനു ബലമെങ്കിലെന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക സുനീ ലങ്കാപുരവും നിശാചരസേനയെ ശങ്കവിഹീനൻ ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പിടുത്തിനുള്ളിൽ വന്നിങ്ങു പൊക്കൊരു രോഷവും ആശുതീർത്തിയിടുവൻ നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക സുനീ എന്നരുളി ചെയ്തിരുന്നരുളിടിനം നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവൻ തൻ്റെ നാങ്കിണീം കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭു കവി പുങ്കവ പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളിലും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയോ മാർക്കം ഗണിക്കാവതല്ലിഹാം സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടൻ രിപുക്കളെ നിറാക്കുവാനുഴറ്റോടെ വാൾ പൊങ്ങിച്ചു കാലനും പീഡിച്ചു മണ്ടുങ്ങവനോടു നീലനാ സേനാപതി വന്നി അങ്കദനാകങ്ങളെ രാജാവതിനങ്ങേതു പത്മകിഞ്ചിൽക്ക സമപ്രഭൻ വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപവൻ തൊൽപാർശ്വസിംനി നിൽക്കുന്നതു വാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാശേതന്റെ ജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും ബൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാ നളനദീനങ്ങേത് ബോധമീറും വിശ്വകർമാവു തൻ മകൻ
താരൻ ബനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലിയും സാരനാ ജാമ്പവാനും വേഗദർശിയും വീരംഗജനും ഗവയംഗവാക്ഷനും ശൂരന്തതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമിങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാര് 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളന്തെളിഞ്ഞ് പോർക്ക 21 വെള്ളം പടയുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മനുഷ്യനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നതോർക്ക് നീ മാനസേം. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായും ത്വമാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കലെന്തൊരസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലേൻ അവ്യയേൻ അദ്വയേൻ ആത്മാനമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മിനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാസ്വാദി ദേഹങ്ങളിലാകിയും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതും. കർമ്മഭുവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലമാം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോര തപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെയും ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേം. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരൻ അദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലാകിലാശു കീഴ്പോട്ടു പോയി ചെല്ലുന്ന നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത്, നല്ല ജനത്തോട് ചോദിച്ചു കൊൾകിടും. രാമരാമീതി രാമീതി ജപിച്ചുകൊണ്ടാമയും വീറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രൻ ഭക്തവത്സല ലോക ശരണ്യൻ ശരണദം. ദേവം മരേതക കാന്തികാന്തന്റെ മാ സേവിതൻ ചാപബാണായുധൻ രാഘവം. സുഗ്രീവ സേവിതൻ ലക്ഷ്മണ സംയുധം രക്ഷാനിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടുങ്ങതിനില്ല സംശയം. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനും ശ്രുതാദശാസനും ക്രോധതാമ്രാക്ഷനായും ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാർ അത്യന്ത രോഷേണ നോക്കി ഉര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവൻ ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തുപോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല.
എന്നുടെ മുമ്പിൽ നീ കൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമീം എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം ബുക്കിരുന്നിടിനാൻ. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടും ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമീ വീടിനൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാം വൃന്ദാരകാഹ്യുദയാർത്തിയ രാക്ഷസ നിന്ദാപരനാമരുവുന്ന ശാന്തരേം നിർജര വൈരീകുല ശ്രേഷ്ഠനാകിയ വജ്രദംഷൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നോ നല്ലോ ശുഖാപകാരത്തിനിന്നന്തരവും പാർത്തിരിക്കും വിധവും കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ സംബോധിതനാമഗസ്ത്യ തപോധനം സംബോധനാർത്ഥം നിമന്ത്രിതനാകിയാൽ സ്നാതങ്കതേ മുനു കുംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാനഗസ്ത്യ രൂപം ധരിച്ചന്തര ചൊന്നാശുകനോടു മന്ദഹാസാന്നിധം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടി ഉണ്ടിട്ട് മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറി മമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുകൻ ഭഗ്നിയോടും തഥാം ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേശുക ഭഗ്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാം മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷൻ മറഞ്ഞിടിനൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതും മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തവോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടോ ശുകന്താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണമെങ്കിനിക്കിന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖീം നല്ല വൃത്താന്തം ഇതിനോടു ചൊല്ലണം എന്നതു കേട്ടു സുഖനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇത് ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസമന്വിതം വേണമെന്നഞ്ചസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തൻ ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പു കൊണ്ടു കണ്ടോരള ഉൾത്താപമൂടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരാ വയംബത യാമിനി സഞ്ചാരികളിതു ചെയ്തതോ നിർണയം ഞാനും അതി മൂടനായി ചമഞ്ഞേൻ ബലാലൂരം വരാവിരിതൻ മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമാഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതോ വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമഭഗ്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണ ഭൃത്യന നീയും വരും ചിരം കേവലം നീയവേനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികയും നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ച് സാക്ഷാതിജത്വവും വന്നുകൂടും ദൃഢം ഇതമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യന്തബോധന വാക്യം മനോഹരം.